കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ജീവവൃക്ഷം ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ദൈവം നിങ്ങളെയും എന്നെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ജെറീക്കോ കോട്ട കടന്ന് ഇസ്രായേൽ ജനം പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പോകാനുള്ള ഒരുക്കവും, മരുഭൂമിയിൽ വന്ന് അവർ 40 വർഷത്തോളം താമസിച്ചതും, ജോഷുവയുടെ നേതൃത്വത്തിൽ വീണ്ടും അവിടുന്ന് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് സംസാരിച്ചത്. ആ ജെറീക്കോ കോട്ട എങ്ങനെയാണ് തകർത്തതെന്നും എങ്ങനെയാണ് അതിലൂടെ ആ ജെറീക്കോ കോട്ട കടന്ന് അവർ മുന്നോട്ട് പോയതെന്നും ഉള്ള കാര്യങ്ങൾ, ആഖാൻ കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജെറീക്കോ കോട്ട നമുക്കെല്ലാവർക്കും ഉണ്ട്, നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അത് തകർക്കുവാനുള്ള അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ് നിങ്ങളോട് ഞാനിന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും മിഖായേൽ മാലാഖയും, നമ്മുടെ എല്ലാ വിശുദ്ധരും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടുകൂടെ ഞങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. സ്വർഗ്ഗദൂതന്മാർ നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ വലിയ ഇടപെടൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കുവാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജെറീക്കോ കോട്ട പ്രാർത്ഥന നിങ്ങളും പഠിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നേടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. കർത്താവേ നന്ദി. എൻ്റെ പേര് ജോസ് ആലിലക്കുഴി. ഞാൻ വയനാട് അമ്പലവേലാണ് എൻ്റെ വീട്. ഞാൻ അനേക വർഷങ്ങളായിട്ട് സുവിശേഷ വേലയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നു. അതിൽ ദൈവം തന്ന ഓരോ അനുഭവങ്ങളും, ചില അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞാൻ ഈ ക്ലാസ് നിങ്ങളോട് ശുശ്രൂഷ ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ദൈവം തന്ന ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അത് പറയുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതേ വിധത്തിൽ വേദന അനുഭവിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുവാൻ ദൈവം തരുന്ന എൻ്റെ ജീവിതാനുഭവമാണ്. ആ ജീവിതാനുഭവത്തിലൂടെ അതുപോലെയുള്ള രോഗികളെ കർത്താവ് സുഖപ്പെടുത്താനായിട്ട് ഈ വചനം കേൾക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വചനമുണ്ട്. റോമ 8:31, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് തിരഞ്ഞെടുക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ഈ ജെറീക്കോ കോട്ടയുടെ മുൻപിൽ തകർക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയും. ഹല്ലേലൂയ. അതാണ് ഞാൻ ആ വചനം പറയാനായിട്ട് കാരണം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ എതിർക്കാനായിട്ട് കഴിയില്ല, ഒരു ശക്തിക്കും. വീണ്ടും ഞാൻ പറയുന്നു, സങ്കീർത്തനം 146:8, കർത്താവേ, ജെറീക്കോ കോട്ട കടക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളെയും എൻ്റെയും കൂടെ ഉണ്ടാകും. ഞാനത് വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കർത്താവ് അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നു. കർത്താവ് അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നു. ജെറീക്കോ കോട്ട തുറക്കുമ്പോൾ ജോഷുവയുടെ കണ്ണ് കർത്താവ് തുറന്നുകൊണ്ടാണ് ജോഷുവയ്ക്ക് ജെറീക്കോ കോട്ട കടക്കാനായിട്ട് കഴിഞ്ഞത്. കാരണം സ്വർഗത്തിലെ ഒരു ദൂതൻ ഊരിയ വാളും പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇവരുടെ മുൻപേ പോയിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പോകുന്ന പോലെ ജോഷുവ കണ്ടു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ദൂതൻ സ്വർഗത്തിലെ ദൂതനായിരുന്നു. ചോദിച്ചു, നിങ്ങൾ ആരാണ്? ദൂതൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണ്. ജോഷുവ കാൽക്കൽ വീണതായിട്ടൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, കണ്ണ് തുറക്കണം. കർത്താവ് അന്ധരുടെ കണ്ണുകൾ തുറക്കണം. നിങ്ങളുടെയും കണ്ണുകൾ തുറക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയില്ലാതെ അന്ധത മാറില്ല. ദൈവത്തെ ദർശിക്കുവാനുള്ള അന്ധതയാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുകൾ കർത്താവ് തുറക്കുക തന്നെ ചെയ്യും, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 36:6 കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു വചനം പറയുന്നുണ്ട്. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കർത്താവിൻ്റെ കരബലം പ്രകടമാക്കും കർത്താവ്. ആ വചനത്തിലത് പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, പഠിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ സാമ്പത്തികമായി ഉയരാൻ കഴിയാത്ത കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതം തകരുന്ന പ്രശ്നങ്ങൾ, ഇതിനെല്ലാത്തിനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്കും എതിർ നിൽക്കാൻ കഴിയില്ല. ഒരു ശത്രുവിനും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈ ജെറീക്കോ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ ദൈവം നടത്തി തരും. പ്രിയപ്പെട്ടവരെ, വെളിപാട് 12:11 മറ്റൊരു തിരുവചനം കർത്താവ് പറയുന്നുണ്ട്. ഇത് രഹസ്യത്തിൻ്റെ ഒരു വചനമാണ്, മഹാരഹസ്യം.
കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും, കുഞ്ഞാടാരാണ്? യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടും കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ആരുടെ മേലാ? പിശാചിൻ്റെ മേൽ വിജയം നേടി. പിശാചാണ് നമുക്കെതിരായിട്ട് നിൽക്കുന്നത്. ശത്രുവായിട്ട് ജെറിക്കോ കോട്ട കടക്കാനായിട്ട് എതിർത്ത് നിൽക്കുന്നത് പിശാചാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ഈ രഹസ്യം വെളിപാട് പുസ്തകത്തിൽ പൗലോസിയായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത വലിയ രഹസ്യമാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം, ആദ്യമായിട്ട് യേശുവിൻ്റെ രക്തം എവിടെ വന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ദൂതൻ പരിശുദ്ധ മറിയത്തോട് വാഗ്ദാനം ചെയ്യുകയാണ്. ദൂതൻ പറയുകയാണ്, ദൈവത്താൽ അവൾ ഗർഭിണിയായിത്തീരും, യേശു അവളിൽ ജനിക്കുമെന്നെല്ലാം സ്വർഗത്തിലെ ദൂതൻ വന്ന് പറയുകയാണ്. ദൂതനാവെന്ന് പറയുന്നത് മറ്റാരുമല്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൂതനാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞാടിൻ്റെ രക്തം അനുഭവിക്കുന്ന ആരാണ്? പരിശുദ്ധ മാതാവാണ്, പരിശുദ്ധ അമ്മയാണ്. ഈ കുഞ്ഞാടിൻ്റെ രക്തം പിന്നെ സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും, നിങ്ങൾ ജപമാല പ്രാർത്ഥനയിലുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. മാതാവിൻ്റെ സാക്ഷ്യവചനവും ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾ ഒന്ന് ധ്യാനിച്ചു നോക്ക്. ദുഃഖത്തിൻ്റെ രഹസ്യത്തിൽ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തുന്ന ധ്യാനമാണ് എന്ന വചനമാണ്. പൂങ്കാവനത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തു. എന്തിനാണ്? ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ വഹിക്കാൻ പോകുന്ന യേശുവിൻ്റെ മാനുഷികമായ ശരീരത്തിലെ വേദനകളെ ഓർത്ത്, ഈ ലോകത്തെ രക്ഷിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ രഹസ്യങ്ങളെ ഓർത്താണ് രക്തം ഉയർത്തത്. രണ്ടാമത് ഈശോ എന്താ ചെയ്തത്? ഈശോ പീലാത്തോസിൻ്റെ വീട്ടിൽ അടിക്കപ്പെടുകയാണ്, ചമ്മട്ടികളിൽ അടിക്കപ്പെടുകയാണ്. ചമ്മട്ടികളിൽ അടിക്കപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് അനേകം തുള്ളി രക്തങ്ങൾ ലോകത്തിന് വേണ്ടി, ലോകത്തിലെ മനുഷ്യകുലത്തിന് വേണ്ടി ഒഴുക്കി കർത്താവ്. അതാണ് രണ്ടാമത്തെ സാക്ഷ്യത്തിൻ്റെ വചനം. നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. കർത്താവ് അന്ധനായി എൻ്റെയും നിങ്ങളുടെയും കണ്ണുകൾ തുറക്കുമ്പോഴെല്ലാം കാണാനായിട്ട് കഴിയും. വീണ്ടും പീലാത്തോസിൻ്റെ വീട്ടിൽ മുൾമുടി അണിയിക്കുന്ന രംഗമാണ്. മുൾമുടി അണിയിക്കുന്ന രംഗം. മുൾമുടി ശിരസിൽ അണിയിക്കുമ്പോൾ നെറ്റിയിലെ ചുറ്റുഭാഗത്തുനിന്നും രക്തമൊഴുകി, യേശുവിൻ്റെ രക്തം, തിരക്തം ഒഴുകി ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും. ആ കുഞ്ഞാട് മുൾക്കിഴി അണിയിച്ചത് സാക്ഷ്യമല്ലേ? ഈ ലോക മനുഷ്യൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള വലിയൊരു സാക്ഷ്യത്തിൻ്റെ വചനമാണത്. മുൾക്കിരീടം അണിയിച്ചു, ആ വേദന മുഴുവൻ അണിയിച്ചു, കൈകൾ കെട്ടപ്പെട്ടു, കാലുകൾ ബന്ധിച്ചു. അങ്ങനെ ആ മുൾക്കിരീടം അണിയിച്ച് ശരീരത്തിൽ മുഴുവൻ അടിക്കുകയാണ് യേശുവിനെ. പിലാത്തോസിൻ്റെ വാനത്തിൽ വെച്ച് അടിക്കുകയാണ്. അടിക്കുമ്പോൾ ഈ രക്തം മുഴുവൻ ഒഴുകി ലോകം മുഴുവനുള്ള സർവ്വ ജനങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒഴുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്ക്, ഇത്രയും വലിയൊരു സാക്ഷ്യവചനം മറ്റാർക്കാ പറയാനുള്ളത്? നാലാമത്തെ കർത്താവിൻ്റെ തിരുത്തോളിൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെടുന്ന രംഗമാണ്. പട്ടാളക്കാർ കുരിശുമരം ചുമത്തി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും പ്രിയപ്പെട്ട പല ആളുകളും പുറകിലൂടെ യാത്ര ചെയ്ത് യേശുവിന് പിന്നാലെ യാത്ര ചെയ്തുകൊണ്ട് കരയുകയാണ്. അത് സഹിക്കാൻ പറ്റാതെ യേശു തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവാനാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിനെ കുറിച്ച് കരയേണ്ടെന്നല്ല, എന്നാലും കർത്താവ് പറയുകയാണ്, എന്നെ പ്രതിയല്ല നിങ്ങൾ കരയേണ്ടത്, നിങ്ങളുടെ മക്കളെ പ്രതിയാണ്. ലോകത്തുള്ള സർവ്വജനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കുരിശ് വഹിക്കുന്നത്. അങ്ങനെ തിരിഞ്ഞു നോക്കി പറഞ്ഞു കർത്താവ് ആ രക്തം മുഴുവൻ, അത് നേരം ഒഴുകിയ രക്തവും പീഡനങ്ങളും എല്ലാം സാക്ഷ്യത്തിൻ്റെ വചനമായിട്ടാണ് ജപമാല ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ജപമാലയുടെ അത്ഭുതകരമായ ശക്തി ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ വേറെ മനുഷ്യൻ പോലും ഈ ജീവിതത്തിൽ ജപമാല മുടക്കില്ല. ദിവ്യബലി കഴിഞ്ഞാൽ ജപമാലയാണ് മനുഷ്യനെ ശക്തരാക്കുന്നത്. ഇനി 3-4-5 കാര്യങ്ങളുണ്ട്. ദാവീദ് സഞ്ചിയിൽ കരുതിയിരുന്ന 5 കവണകളെക്കുറിച്ച് ഞാൻ പറയും. ഇത് രണ്ടാമത്തെ കവണയാണ്, രണ്ടാമത്തെ കല്ലാണ്. ആ കല്ലെറിഞ്ഞാൽ ശത്രു തകരും, ഗോലിയാത്ത് തകർന്നു വീഴും. ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ തന്നെ ആ കല്ല് വീഴും. തീർച്ചയാണ്. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ പറയാം, നിങ്ങളോട് അനേക കാര്യങ്ങൾ ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് കുരിശിൽ മരിച്ചപ്പോഴോ, കുരിശിൽ മരണസമയത്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ കള്ളനെ കർത്താവ് സുഖപ്പെടുത്തി. അവൻ പറുദീസാലനോട് ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം നിങ്ങൾ ഓർക്കുന്നില്ലേ? അതാണ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും കർത്താവ് നിന്നെയും എന്നെയും സുഖപ്പെടുത്തും. കർത്താവിൻ്റെ മുമ്പിൽ നിർമ്മലനായിരിക്കണം, പാപങ്ങൾ ഏറ്റു പറയണം. അങ്ങനെ ഈശോ മരിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരെ കുന്തം കൊണ്ട് കുത്തി, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ആ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ആ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഈ കുന്തം കൊണ്ട് കുത്തിയ പട്ടാളക്കാരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ലുങ്കിമോസ് എന്ന് പറയുന്ന ഒരു റോമൻ പട്ടാളക്കാരനാണ് യേശുവിനെ കുന്തം കൊണ്ട് കുത്തിയത്. അവൻ അന്ധനായിരുന്നു, ഒരു കണ്ണ് കാഴ്ചയില്ലായിരുന്നു. അവൻ കുത്തിയപ്പോൾ തന്നെ അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. ആ രക്തവും വെള്ളവും
അവൻ്റെ കണ്ണുകളിലേക്ക് വീണു. ആ നിമിഷം തന്നെ അവൻ മാനസാന്തരപ്പെട്ടു. അവൻ കർത്താവിൻ്റെ ശിഷ്യനായി മാറി. തിരുവചനത്തിൽ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തവും കുഞ്ഞാൻ്റെ സാക്ഷ്യവും വീണാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. സാത്താനെ നിങ്ങൾ തൊടാൻ കഴിയില്ല. കുഞ്ഞാൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. അത് മാതാവിൻ്റെ സാക്ഷ്യവചനമുണ്ട്. യേശുവിന് സ്നാനം കൊടുത്തപ്പോൾ അതെല്ലാം സ്നാപയോഹന്നാൻ്റെ സാക്ഷ്യവചനമാണ്. 4 ജപമാലയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് തന്നത്. നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. സാത്താനവിന് തൊടാൻ കഴിയില്ല. സാത്താനെ തലയെ തകർത്ത് കളയും. അതുകൊണ്ടാണ് ജപമാല മനുഷ്യന് സാധിക്കാതെ വരുന്നത് പലപ്പോഴും. അത് ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാത്തവന് സാധിക്കില്ല. കർത്താവ് പറയുന്നത് ജ്ഞാനം 16:20 പറഞ്ഞു, അതിരാവിലെ വീഴുന്ന പുലർകാല വെളിച്ചത്തിൽ എനിക്ക് കൃതി അർപ്പിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും വേണമെന്ന വിജ്ഞാപനമായിരുന്നു. ആ വിജ്ഞാപനത്തിൽ ഇതും പെടുന്നുണ്ട്. ജപമാല ദിവ്യബലി പെടുന്നുണ്ട്, ജപമാല പെടുന്നുണ്ട്. പിന്നെയും ഞാൻ കുറേ 3 കാര്യം പറയുന്നുണ്ട്. ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ പറയാം വിശദമായിട്ട്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാൻ്റെ രക്തം തളിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ മൂവാറ്റുപുഴ ജീവജ്യോതിയിൽ ശുശ്രൂഷ സമയത്ത് ഒരു അപസ്മാര രോഗിയായ മനുഷ്യൻ, എൻ്റെ ഇത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചെന്നാണ് ഞാൻ പറയുക. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അപസ്മാര രോഗിയായ മനുഷ്യൻ എൻ്റെ അടുത്ത് ഭയങ്കര കോടീശ്വരനാണ്, ഭയങ്കര സാമ്പത്തികമുള്ള ഒരാളാണ്. ഞാൻ ജീവജ്യോതിയിൽ കൗൺസിലിംഗ് നടത്തുമ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗായിട്ട് പറഞ്ഞു വെച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് തോന്നി, ഞാൻ അത്ര വലിയ ആളൊന്നും അല്ലല്ലോ, ഞാനൊരു സാധാരണ മനുഷ്യൻ. അത് പോരാ, അയാൾക്ക് അങ്ങനെ തോന്നി, മനസ്സുകൊണ്ട് തോന്നി. അയാൾ മിണ്ടാതെ തിരിച്ചു പോയിട്ട് അവിടുത്തെ അച്ഛനോടും സിസ്റ്ററോടൊക്കെ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ സമ്മതിച്ചില്ല, വേറെ ആളെ വേണം, കൊടുത്തില്ല അവർ. കാരണം ഇത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അവർ വിട്ടത്, പേരനുസരിച്ചാണ്. അങ്ങനെ വീണ്ടും അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേടത്തും പൊക്കിയോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അയാൾ സമ്മതിച്ചില്ല. പിന്നെ അവിടെ ഇരുന്നു. അയാൾ അപ്പോൾ എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു കാര്യം കാണിക്കുകയാണ്. ഞാൻ അയാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുകയാണ്, ഇയാൾക്കൊരു 12 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇയാളൊരു വയലിൽ കൂടെ ഇങ്ങനെ ഓടുകയാണ്. സ്കൂളിൽ വിട്ട് കയ്യിൽ പുസ്തകം കൊണ്ട് ഓടുകയാണ്. ഈ ഓടുന്നതിന് കാരണം പുറകിൽ നിന്നൊരു ശബ്ദവും ഞാൻ എനിക്ക് കേൾപ്പിച്ചു തന്നു. ഒരു തോടിൻ്റെ കരയിൽ കുറച്ച് മുളയോ ഓടയോ എന്തൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ കാടുകളുണ്ട്. ഈ കാട് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ചാടി കിടന്നപ്പോൾ എന്തോ പെട്ടെന്ന് ഞെട്ടി പേടിച്ചു. ഈ ഭയപ്പെട്ട് ഇവനിങ്ങനെ വീട്ടിലേക്ക് ഓടുകയാണ്. അന്നത്തെ അവരുടെ വീട് ചെറിയൊരു വീടാണ്. വീട്ടിലേക്ക് ഓടി ചെന്നു. അങ്ങനെ പുള്ളി ശ്വാസം മുട്ടി വീട്ടിൽ കയറി കിടന്ന് കരയുകയാണ്. അമ്മേനെ വിളിച്ച് കരയുകയാണ്. പെട്ടെന്ന് ബോധം കെട്ടുപോയി, ഓർമ്മ കെട്ടുപോയി. ഇയാളുടെ വായിൽ നിന്ന് ഒരേയും പതയെല്ലാം വന്നു. ഇയാൾ ഭയങ്കരമായി ഭയപ്പെട്ട് ശബ്ദമെല്ലാം നിന്നുപോയി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ വന്നു. അമ്മ എല്ലാവരും പിടിച്ച് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ഇയാൾക്ക് അപസ്മാരം പിടിപെട്ടു. അതുവരെ അപസ്മാരമില്ലായിരുന്നു, 12 വയസ്സ് വരെ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം, അപസ്മാരമാണ്. ഇവൻ്റെ ഭയത്തിലൂടെ സാത്താൻ ഇവനെ ഒരുക്കിയ ഒരു കെണിയാണ്. ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അപസ്മാര രോഗമുണ്ട്, എനിക്കതിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ധ്യാനത്തിന് വന്നത് അതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ജപമാല എല്ലാം പറ്റില്ല. ഞാൻ ജപമാല ചെല്ലിയാൽ അപ്പോഴേ എനിക്ക് അപസ്മാര രോഗം വരും. അതുകൊണ്ട് ഞാൻ ചെല്ലാറില്ല. എത്രയോ കാലങ്ങളായി വീട്ടിൽ ജപമാലയില്ല, ഞാൻ ചെല്ലാറില്ല. അങ്ങനെയെല്ലാം എന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ മനുഷ്യന് വേണ്ടി ഈ ജീവവൃക്ഷത്തെ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കുർബാനയിലും ജപമാലയിലും ഈ മനുഷ്യന് വേണ്ടി ഞാൻ കുടുംബത്തിൽ 3 രഹസ്യങ്ങളും പരിഹാരം ചെയ്ത് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ സന്നിധിയിൽ. അപ്പോൾ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ജപമാലയിൽ, അപ്പം ജീവജ്യോതിയിൽ ഓരോ ദിവസം ഓരോരുത്തർ ജപമാല ചേരണം. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ജപമാല ചേരണം. ഇന്ന് നിങ്ങൾ ഒരു രഹസ്യം മുഴുവൻ 5 രഹസ്യങ്ങളും ചൊല്ലി ജപമാല ചൊല്ലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അതിൻ്റെ നേതൃത്വം നിങ്ങൾ വഹിക്കണം. അയ്യോ, ഞാൻ ചെയ്യില്ല, കാരണം ഞാൻ ചെയ്താൽ ഞാൻ അവിടെ തലയിറങ്ങി വീട്, ഞാൻ വായിലൂടെ നുരയും പതയും വരും. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ പക്ഷത്തെങ്കിൽ ആർക്ക് നിങ്ങൾ എതിർ നിൽക്കാൻ കഴിയും. റോമയുടെ വചനം 8:31 ഞാൻ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, പറ്റില്ലെങ്കിൽ ചാലണ്ട. നിങ്ങൾ അങ്ങനെ ഈ മനുഷ്യൻ എന്നിട്ട് ജപമാലയുടെ സമയത്ത് ഞാൻ ടീമിനോട് പറഞ്ഞു, ഈ മനുഷ്യനെ ജപമാല ഏറണം, അതിന് അവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ജപമാല മുഴുവൻ ചൊല്ലി. ഒരു വിഷമമുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ജീവവൃക്ഷത്തെ പിടിക്കാൻ ആ പുള്ളി ആരംഭിച്ചു. രാവിലെ എഴുന്നേറ്റ്
ആ പ്രഭാതത്തിൽ ഉണർന്ന് സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പ്രാർത്ഥിക്കാൻ അയാൾ തയ്യാറായി. പിന്നീട് അയാളുടെ രോഗം അയാൾ മരുന്ന് കഴിക്കൽ പെട്ടെന്ന് നിർത്തിയില്ല. പക്ഷേ മരുന്ന് കുറച്ച് നാളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അസുഖം കർത്താവ് ഈ അപസ്മാര രോഗം സുഖപ്പെടുത്തി. പിശാചാണ് ഈ അപസ്മാര രോഗത്തിൻ്റെ അടിയിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ വലിയ ശക്തനായി തീർന്നു. ശക്തനും ധീരനുമായി. അയാളുടെ കൂടെ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമുണ്ടായി. എന്നിട്ട് അയാൾ ഒരു ദിവസം, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ, വയനാട്ടിലെ അമ്പലവയലാണ്. എന്നിട്ട് അയാൾ വാഹനമെടുത്ത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നെ അന്വേഷിച്ച്. അപ്പോഴാണ് എൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അയാളോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു. ഞാൻ പിന്നെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അത്ഭുതം, ഈ കർത്താവ് ചെയ്ത അത്ഭുതം ഞാൻ ചെയ്തതെന്ന് ആ മനുഷ്യൻ വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ മഹാ അത്ഭുതമാണ്. കർത്താവ് 12 കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുക നിങ്ങളോട്, സങ്കീർത്തനം 37:4 തിരുവചനം പറയുന്നുണ്ട്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു. കർത്താവിൽ ആനന്ദിക്കണം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ എന്ത് ആഗ്രഹമാണ്, നിൻ്റെ അപസ്മാരമല്ല, നിൻ്റെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും കർത്താവിന് സുഖപ്പെടുത്താനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ആനന്ദിക്കുക. നിങ്ങളെല്ലാവരും കർത്താവിൽ ആനന്ദിക്കണം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ എന്ത് ആഗ്രഹമാണെങ്കിലും അത് കർത്താവ് സാധിച്ചു തരും. ഹല്ലേലൂയ. സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാവീദ് യവൂർഷത്തെ പിടിച്ചൊരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. ദാവീദിനെ പോലെ നല്ലൊരു മനുഷ്യനെ ദൈവം കണ്ടിട്ടില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇത്രമാത്രം ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, സാമൂഹ്യ പ്രവാചകൻ്റെ 1 സാമൂഹ്യൽ 17:4 ഒരു തിരുവചനം പറഞ്ഞു, ഈ യുദ്ധം കർത്താവിൻ്റേതാണെന്ന് തിരുവചനമുണ്ട്. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സഹോദരന്മാരെല്ലാം വലിയ ആൾക്കാരാണ്, നല്ല ശക്തരാണ്. ഇവരെല്ലാവരും ഈ ഗോലിയാത്തിനെ തകർക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണ് അവസാനം അന്ന് കാലികളെ മേയ്ക്കുന്ന, ആടുകളെ മേയ്ക്കുന്ന ഒരു കൊച്ചുബാലനായ ദാവീദ്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായ ദാവീദ്, ഞാൻ തകർക്കാമെന്ന് പറഞ്ഞ് ശക്തനായി മുന്നോട്ട് വന്നു. ഗോലിയാത്ത് ഭയങ്കര ഭീകരനായിരുന്നു. ഗോലിയാത്തിൻ്റെ അടുത്ത് വന്നിട്ട് ദാവീദ് പറയുകയാണെങ്കിൽ തകർക്കുമെന്ന്. അപ്പം ദാവീദിന് ഗോലിയാത്തിന് തന്നെ ചിരി വന്നു. ഇവന് ഈ പിറ ചെറുക്കൻ എങ്ങനെ എന്നെ തകർക്കാൻ കഴിയും? അവൻ്റെ അടുത്ത് വാളുമില്ല, കുന്തവുമില്ല, ഒന്നുമില്ല. രാജാവ് എല്ലാം കൊടുത്തു, പക്ഷേ അതൊന്നും അവൻ സ്വീകരിച്ചില്ല. അവന് ചേർന്നില്ല. അതൊന്നും വസ്ത്രങ്ങളെല്ലാം കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ കൂടെയുള്ള പ്രാർത്ഥന മാത്രം. എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, 1 സാമൂഹ്യൽ 17:47 ഈ യുദ്ധം കർത്താവിൻ്റേതാണ്, അവിടെ നിങ്ങളെ തകർക്കുന്ന ദൈവത്തിന് ദാവീദിന് നല്ല ബോധ്യമായി. അങ്ങനെ ദാവീദ് ഒരു കവണയുണ്ടായിരുന്നു. കവണ പക്ഷീനെയൊക്കെ വെക്കുന്നതാണ് കവണയെന്ന് പറയുക. ഞാൻ കവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു റബ്ബർ കൊണ്ട് ഇങ്ങനെ കെട്ടി അതിൽ കല്ല് വെച്ചിട്ട് ഇങ്ങനെ പക്ഷികളെ എറിയും, അല്ലെങ്കിൽ പരുന്തുകളെ എറിയും. പ്രിയപ്പെട്ടവർ, ദാവീദ് ഈ കവണ ഉപയോഗിച്ചിട്ട് ദാവീദിൻ്റെ സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്തു എന്ന് പറയുന്നത്. എവിടെയാണ് സഞ്ചി ഉണ്ടായിരുന്നത്? ഈ സഞ്ചി ഏതാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കും എനിക്കും വെളിപ്പെടുത്തി തരും. അത് ദാവീദിൻ്റെ ഹൃദയമായിരുന്നു. ഹൃദയത്തിൽ നിന്നൊരു കല്ലെടുത്തു. ഏതാ? നേരത്തെ ഞാൻ പറഞ്ഞ ആ കല്ലുകളിൽ ഒന്ന് എടുത്ത് ഗോലിയാത്തിനെ നേരെ എറിഞ്ഞു. ഈ കവണ കൊണ്ട് എഴുതു. ഇത് നേരെ പോയി നെറ്റിയിലാണ് തട്ടിയത്. ആ ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ തട്ടി. ഗോലിയാത്ത് അപ്പം തന്നെ വീണു. വാളും കുന്തവുമൊക്കെ ആയിട്ട് ദാവീദിനെ ഇപ്പം തകർക്കും, വെട്ടിക്കളയുമെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ അവിടെ തകർന്ന് വീണു. ദാവീദിൻ്റെ അടുത്തൊരു വാളും ഒന്നുമില്ലായിരുന്നു. നമ്മളും അങ്ങനെയാണ്, നമ്മുടെ അടുത്തും വാളൊന്നുമില്ല. പക്ഷേ ദാവീദിന് ഈ ഗോലിയാത്തിൻ്റെ വാളെടുത്ത് അവനെ തകർത്തു എന്ന് തിരുവചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. 1 സാമൂഹ്യൽ 17 അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗോലിയാത്തിനെ തകർത്ത് അങ്ങനെയാണ്. ശത്രുവായ പിശാചിനെ തകർത്തത് ദാവീദ് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. സക്കറിയ 2:5 ഒരു തിരുവചനം പറയുന്നത് ജെറീകോ പ്രാർത്ഥന, സാത്താൻ്റെ കെട്ടുകൾ ബന്ധിക്കുന്ന പ്രാർത്ഥനയാണ്. 2:5 പറയുന്നില്ല, ഞാൻ അതിനു ചുറ്റും അഗ്നിയുടെ കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിന് മഹത്വമായിരിക്കും. ഞാൻ അതിനു ചുറ്റും അഗ്നിയുടെ കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. ഈ വചനങ്ങൾ ഇന്നും പറയണം, ഇന്നും പ്രാർത്ഥിക്കണം. ഭയങ്കര അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു അപകടമൊന്നും നിങ്ങളെ പിടിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കുടുംബവും ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. മാനന്തവാടി ആണ് ആ വീട്. ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കാറിൽ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് അന്ന് പ്രഭാതത്തിലെ കർത്താവ് എനിക്ക് മുന്നറിയിപ്പ് തന്നു. ഞാൻ അതിന് ചുറ്റും അഗ്നിയുടെ കോട്ടയായിരിക്കും, ഞാൻ എൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും എന്ന വചനം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഈ വചനം തന്നു. അപ്പോൾ ഞാനിത് ആ വചനം കുറേ പ്രാവശ്യം, ഇങ്ങനെ 10 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ യാത്രയ്ക്ക് പോകാൻ എന്താ സംഭവമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ പനമരത്ത് ഒരു മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് 2 സൈഡിലുമായിട്ട്. സർക്കാർ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഈ മരത്തിലൊന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ പനമരത്തിന് അപ്പുറത്ത് വെച്ചിട്ട് ഒരു മരം ഒടിഞ്ഞ് താഴെ വീണു. സാധാരണ ഒരുക്കി കിടക്കുകയാണ്. സാധാരണ ഞങ്ങൾ വരാൻ വേണ്ടി തന്നെ കാത്തിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ കാറിൻ്റെ മേലേക്ക് മരം ഒടിഞ്ഞ് വീണു. സംഭവിച്ച കാര്യം ഇന്നും ആ മരം അവിടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്. മരം വന്ന് വീണു, പക്ഷേ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ഞങ്ങളുടെ കാറിൻ്റെ മേലെയാണ് വീണത്. ഞങ്ങളുടെ കാറിൻ്റെ ഗ്ലാസ് മാത്രം പൊട്ടി, ഫ്രണ്ടിലെ ഗ്ലാസ് മാത്രം. ഞങ്ങൾക്ക് ആർക്കും, മകനുണ്ടായിരുന്നു ഡ്രൈവറായിട്ട്, പിന്നെ ഭാര്യ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആർക്കും ഒന്നും സംഭവിച്ചില്ല. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം. ഞാൻ അതിനു ചുറ്റും അഗ്നിയുടെ കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിന് അതിൻ്റെ മഹത്വമായിരിക്കും. ദൈവം മഹത്വം കാണിച്ചു തന്നു. ഉടനെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അതിന് ചുറ്റും അഗ്നിയുടെ കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിന് അതിൻ്റെ മഹത്വം. ഈ വചനത്തിന് അത്രമാത്രം പവറുണ്ട്. ഓരോ വചനത്തിനും, ഒരു വചനം തന്നെയല്ല. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിച്ച കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. സങ്കീർത്തനം 34:7 കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതനാണ്. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ കാര്യമാണ്. ദൈവദൂതൻ്റെ ദൂതന്മാർ നമ്മൾ അറിയാതെ ജോഷുവയുടെ മുൻപിൽ നടന്നതുപോലെ നമ്മുടെയും മുമ്പിൽ നടക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിരിക്കും, വലതുകരം പിടിച്ചിരിക്കുന്നു. ഭയപ്പെടണം, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് സഹായിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. പുറപ്പാട് 15 മുതൽ പറയുന്നു, അങ്ങ് വലതേ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. ആരെയാ? ശത്രുവിനെ വിഴുങ്ങി എന്നാണ് പറയുന്നത്. അങ്ങ് വലതേ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നമ്മൾ വായിക്കുന്നുണ്ട്, ജംഗലിലെ ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം മോശയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ മോശയോട് പറഞ്ഞു, നീ കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടിയപ്പോൾ ആ ചെങ്കൽ രണ്ടായി മാറി. ചെങ്കലും രണ്ടും ഒന്നായി തീർന്നു. അങ്ങ് വലതേ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. ഭൂമിയിലെ വെള്ളം അവരെ വിഴുങ്ങി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ. സക്കറിയ 2:9 പറഞ്ഞു, ഞാൻ അവരുടെ മേൽ കൈ ഓങ്ങും. ഞാൻ അവരുടെ മേൽ കൈ ഓങ്ങും. ഇത് ഭയങ്കരമായ ഈ ബന്ധന പ്രാർത്ഥനയുടെ വചനമാണ്. ഞാൻ അവരുടെ മേൽ കൈ ഓങ്ങും. നമ്മളിങ്ങനെ കൈ ഓങ്ങും എന്ന് പറയുമ്പോൾ, മോശയോട് കൈ ദൈവം പറഞ്ഞപ്പോൾ മോശ കൈ നീട്ടിയപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ വെള്ളത്തിൽ മുങ്ങി ശത്രു സൈന്യമായ 600 കുതിരപ്പടയാളികളും പട്ടാളക്കാരും കുതിരകളും എല്ലാം തകർന്നടിയാൻ കാരണം ഈജിപ്തിലെ സാത്താൻ്റെ സൈന്യങ്ങൾ മുഴുവൻ, മനുഷ്യരെ എല്ലാം കുറിച്ചല്ല പറയുക, സാത്താൻ്റെ പ്രവൃത്തിയാണിതെല്ലാം. അപ്പോൾ ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയെന്ന് പറയുന്നതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വചനമാണ് യേശയ്യാ 37:36. സ്വർഗത്തിലെ ഒരു ദൂതൻ 1,85,000 പേരെ വധിച്ചു. പുറപ്പാട് 14:14 പറയുന്നുണ്ട്, ജംഗലിൽ കിടക്കുമ്പോൾ വചനമാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. കർത്താവ് യുദ്ധത്തിൻ്റെ തലവനായിരുന്നു കൊണ്ട് ദൂതന്മാരെ എല്ലാം തകർത്ത് എറിയും, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്നാൽ. 2 രാജാക്കന്മാർ 19:11 കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്, നിങ്ങളതും വായിക്കണം. സക്കറിയ 2:8 വചനം, ഇതിൻ്റെ തൊടുന്നവൻ കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. നിങ്ങളെ ഓരോരുത്തൻ തൊട്ട് കഴിഞ്ഞാൽ, ദാവീദിനെയോ അല്ലെങ്കിൽ മോശയെയോ യോശുവയോ ശത്രു ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു കവണം കൊണ്ടാണ് ഗോലിയത്തിനെ നശിച്ചത്. അതുപോലെ തന്നെ യോശുവയും, അതുപോലെ തന്നെ മോശയും, അതുപോലെ ദാവീദും, അനേകം പ്രവാചകന്മാർ ഒത്തിരിയും തടാനായിട്ട് കഴിഞ്ഞില്ല. ജയിലിലിട്ടപ്പോൾ പോലും ശിഷ്യന്മാരെ ഒന്നും ചെയ്യാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ കൂടെ ഉള്ളതുകൊണ്ടാണ്. നെഹ്മിയ 9:15 ആ വചനവും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ജെറിക്കോ പ്രാർത്ഥനയിൽ, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. കർത്താവ് കൂടെയുണ്ടെന്ന് ഞാൻ പറയാമായിരുന്നു ഈ വചനത്തിലൂടെയൊക്കെ. കർത്താവെ ഉണരുക, ഞങ്ങൾ ശത്രു ചിതറിപ്പോട്ടെ. മോശ പ്രാർത്ഥിച്ചൊരു വചനമാണ്. മോശ ഇസ്രായേൽ ജനം കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കർത്താവിൻ്റെ മേഘങ്ങൾ മേലോട്ട് പൊന്തിപ്പോകും. അത് കാണുമ്പോൾ മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഉണരുക, ഞങ്ങൾ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അങ്ങനെ ശത്രുക്കളെല്ലാം ചിതറിച്ച് കളയാൻ വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും മോശ. കർത്താവെ ഉണരുക, ഞങ്ങൾ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. ഇത് മോശ പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു ശത്രുവിനും നമ്മൾ തൊടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഒരു പിശാചിന് തൊടാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാനൊരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാർപുരയിൽ, കർണാടകയിലെ എന്നാർപുര ഇടവകയിൽ ഞങ്ങൾ ധ്യാനം നടത്തിയിട്ടുണ്ട്. ആ ധ്യാനം നടത്തുന്ന സമയത്ത് കൗൺസിലിങ്ങും വചന ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വിവാഹം കഴിഞ്ഞ് ഒരു സഹോദരി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നു. അപ്പോൾ ഞാൻ ഈ സഹോദരി അടുത്തിരിക്കുമ്പോഴത്തേനും ഭയങ്കര വായിലിരുന്ന് ദുർഗന്ധം എങ്ങനെ വരിക. അപ്പോൾ എനിക്കത് പറയാനായിട്ടൊരു മടി. സഹോദരി അടുത്ത് വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് പറയുക. അങ്ങനെ ചോദിക്കുമ്പോൾ വായെല്ലാം പഴുത്ത്, മോണയെല്ലാം പഴുത്തിട്ട് ഇങ്ങനെ പഴുപ്പൊഴുകുന്നുണ്ട് സംസാരിക്കുമ്പോൾ തന്നെ. അപ്പോൾ സഹോദരി എന്നിട്ട് അതൊക്കെ അടച്ചു വെക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ദുർഗന്ധം എങ്ങനെ വരികയാണ്, ഈ പഴുപ്പ് വായിൽ. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്താണ് ഈ സഹോദരിക്ക് പറ്റിയത്? അങ്ങ് വെളിപ്പെടുത്തുന്നതിൽ ഒന്നും ഈ സഹോദരിയോട് പറയാൻ എനിക്ക് യോഗ്യതയോ എനിക്ക് കഴിവോ ഇല്ല. അങ്ങനെ ജ്ഞാനം തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ
കർത്താവ് ഒരു കാര്യം കാണിച്ചതാണ്. ഈ സഹോദരി സ്വന്തം ഭർത്താവിനോട് വർഷങ്ങളായിട്ട് ക്ഷമിക്കാൻ കഴിയാതെ ക്ഷമിക്കാൻ കഴിയാത്തതിന് കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഭർത്താവ് ഭയങ്കര സമ്പന്നനായിരുന്നു. എന്നാർവരയിൽ ഭയങ്കര ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് കൃഷിസ്ഥലങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യന് വലിയ സമ്പത്തെല്ലാം കൊടുത്ത് കല്യാണം കഴിച്ചു. അവിടെ ചെന്ന് മദ്യപാനവും വ്യഭിചാരവും എല്ലാമായിട്ട് ഈ സഹോദരി ആകെ മടുത്തു, ജീവിതം മടുത്തു. അങ്ങനെ ഭർത്താവിനോട് ക്ഷമിക്കാൻ കഴിയാതെ ദാമ്പത്യ ജീവിതം പോലും തകർന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സഹോദരി കൗൺസിലിംഗ് വന്നത്, ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, നീ പൂർവ്വം ക്ഷമിക്കണം. കർത്താവ് ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ, സ്വർഗസ്നായ എന്ന പ്രാർത്ഥന. സഹോദരിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഈ ക്ഷമിക്കാത്ത വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കൂടാൻ വന്നത്. കർത്താവ് പറഞ്ഞു, ക്ഷമിക്കാതെ നിനക്കൊരു കൃപയും തരാൻ ദൈവത്തിന് സാധ്യമല്ല, ക്ഷമിക്കണം. അങ്ങനെ ഈ സഹോദരി ഭർത്താവിനോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോടും പറഞ്ഞു. അങ്ങനെ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കുർബാനയിൽ അച്ഛനോട് പറഞ്ഞു. അച്ഛനും അങ്ങനെ കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി പിറ്റേ ദിവസം ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം ഈ സഹോദരി സാക്ഷ്യം പറഞ്ഞു. സഹോദരിയുടെ വായിൽ നിന്നുള്ള പഴുപ്പ് നിന്നും, ആ വർഷങ്ങളായി വായിൽ നിന്ന് പഴുപ്പൊഴുകിക്കൊള്ളുന്ന ദുർഗന്ധം വമിക്കുന്ന ആ രോഗം കർത്താവ്, ഭയങ്കര മാരകമായ രോഗമായിരുന്നു. ഒരു സ്ഥലത്തും സഹോദരിക്ക് പോകാൻ പറ്റില്ല. കർത്താവ് ആ മകളെ തൊട്ട് സുഖപ്പെടുത്തി. കർത്താവ് അന്തരുടെ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന കർത്താവേ, നന്ദി, മഹത്വം കർത്താവേ. എല്ലാം മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ കരുണയും വിശ്വസ്തയും പ്രതി ഞങ്ങൾ തിരുനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങേക്ക് തിരുനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി ഞങ്ങൾ തിരുനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. എല്ലാ വ്യൂവേഴ്സിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാവരും നിറയട്ടെ. ആപത്തുകളിൽ നിന്ന് എല്ലാവരെയും വചനങ്ങളാൽ ദൈവത്തിന് രക്ഷിക്കട്ടെ. എനിക്ക് പ്രാർത്ഥനയിലൊന്നും എല്ലാവരെയും എല്ലാ തടസ്സങ്ങളിൽ നിന്നും മാറ്റി കൊടുക്കട്ടെ. വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഒരു സഹോദരനെയും കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തണേ. വിവാഹം നടക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന എല്ലാവരെയും കർത്താവ് ഇപ്പോൾ വലിയ ഇടപെടലുണ്ടാവട്ടെ. കുടുംബജീവിതം തകർന്നു പോയ ഒരു അതിഭയങ്കരമായി കുടുംബജീവിതം തകർന്ന് ദാമ്പത്യ ബന്ധങ്ങൾ പോലും ഇല്ലാത്ത ഒരു കുടുംബത്തെയും കർത്താവ് സുഖപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ കേൾക്കുന്ന ആ വ്യക്തിയെ കർത്താവ് അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അന്തരുടെ കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, കർത്താവേ നന്ദി. കർത്താവെ, ഒരു അപസ്മാര രോഗിയെ കർത്താവ് ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെച്ചു. ആ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. അപസ്മാരം പിടിച്ച 1 അല്ല 3 പേരെ കർത്താവ് സുഖപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ കാണുന്ന കൂടാതെ അനേകരെയും കർത്താവ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം സാത്താൻ്റെ തന്ത്രമാണ്. പലതരത്തിൽ രോഗങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ രോഗികളായി മാറ്റുന്നു. കർത്താവ് സൗഖ്യം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് അനേകരെ കർത്താവ് സുഖപ്പെടുത്തി. ഞാൻ കാറപകടം പറഞ്ഞു, എൻ്റെ ഒരു കാറപകടം. ഞാൻ അതിന് ചുറ്റും അഗ്നിയുടെ കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിന് അതിന് മഹത്വമായിരിക്കും. ആ മഹത്വം കർത്താവിന് കൊടുക്കണം. നമ്മൾ മഹത്വം എടുക്കരുത്, അങ്ങേക്ക് മഹത്വം കൊടുക്കുക. അപ്പോൾ ദൈവത്തിന് മഹത്വം ദൈവത്തിന് കൊടുക്കാതെ ആരെങ്കിലും മഹത്വം ഏറ്റെടുക്കുന്നത് അവരുടെ എല്ലാം അത്ഭുത കൃത്യങ്ങൾ, അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പരാജയപ്പെടുന്നതായിട്ടാണ് തിരുവചനത്തിൽ കാണാൻ കഴിയുക. ഹല്ലേലൂയ. ആരാണെന്ന് ഞാൻ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല. ഹല്ലേലൂയ. ദൈവമേ ആരാധന, ദൈവമേ ആരാധന. എല്ലാ കൃപകളാലും വരങ്ങളാലും അനുഗ്രഹിക്കണേ. എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ. കൃപ കൊണ്ട് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാലയെല്ലാം തടസ്സപ്പെടുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് അവനെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു മകനെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന കർത്താവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലിൽ വേദന അനുഭവിക്കുന്ന ഒരു മകനെ, വലത്ത് കാലിൽ വേദന അനുഭവിക്കുന്ന ഒരു മകനെ കർത്താവ്, എന്തോ ഒരു ചെറിയ അപകടമോ എന്തോ ഒരു വിഷമതകളോ എന്തോ ഉണ്ടായൊരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്ന കാലിന് സൗഖ്യം കൊടുത്തുകൊണ്ട്. ഹല്ലേലൂയ. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് അതും മേഖലയും സൗഖ്യം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന. കൃപ നിറയട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ. കൃപ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. അഭിഷേകം ചെയ്യപ്പെട്ടെ. എല്ലാവരെയും അഭിഷേകം ചെയ്യപ്പെട്ടെ. കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ, ഈ ജീവഷൻ ചാനലിലൂടെ കാണുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ. അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന. പാപങ്ങൾ ഏറ്റുപറയാൻ കഴിയാത്ത വർഷങ്ങളായി വേദന അനുഭവിക്കുന്ന കുറേ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാപമാണ് തിരിച്ചറിയാതെ വിഷമിക്കുന്ന, ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. 119 ഞാൻ പറഞ്ഞ സങ്കീർത്തനം 119 1 മുതൽ 80 വരെ എടുത്തിട്ട് നിങ്ങളൊരു 10 പ്രാവശ്യമെങ്കിലും വായിക്കുക. പല ദിവസങ്ങളായിട്ട് വായിച്ചാലും മതി. അങ്ങനെ വായിക്കുമ്പോൾ ദൈവം പാപത്തെക്കുറിച്ച് ഉൾക്കാഴ്ചകൾ തരും.
അതിനുശേഷം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങളെ നല്ലൊരു കുമ്പസാരം നിങ്ങളെ നടത്തുക. അതിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന, ആരാധന. ഒരു മാനസിക രോഗിയെ കർത്താവ് സുഖപ്രദമുള്ള അശുദ്ധാത്മാക്കളെ കർത്താവ് ലൂക്കാ 13-ാം അധ്യായത്തിലെ 10 മുതൽ തിരുവചനങ്ങളിലെ കർത്താവ് ഒരു 18 വർഷമായി അശുദ്ധാത്മാവ് ബാധിച്ചൊരു സ്ത്രീയെ സുഖപ്പെടുത്തിയതുപോലെ ഈ മകനെയും കർത്താവ് സുഖപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന. കർത്താവിൻ്റെ സാക്ഷ്യമാണ്. കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി. കർത്താവേ മഹത്വം, മഹത്വം. കർത്താവേ നന്ദി. ഞങ്ങൾക്കെല്ലാം കർത്താവേ, ഞങ്ങൾക്കെല്ലാം മഹത്വം അങ്ങേക്ക് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ മഹത്വം, 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 മഹത്വം. വലിയ കൃപ കൊണ്ട് അഭിഷേകം ചെയ്ത് നിറയ്ക്കുന്ന വലിയ ദൈവത്തിൻ്റെ പരിശുദ്ധമായ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കുന്നു ഒരു വ്യക്തിയെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന. ഒരു വൈദികനെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈദികന് അഭിഷേകം കൊടുക്കുന്നു, വലിയൊരു കൃപയും കൊടുക്കുന്നു, വലിയൊരു സൗഖ്യം കൊടുക്കുന്നു, രോഗസൗഖ്യം കൊടുക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപരോധനെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന. മഹത്വം, മഹത്വം. കർത്താവേ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ. കൃപ കൊണ്ട് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, സൗഖ്യം കൊണ്ട് നിറയട്ടെ. അത്ഭുത ജീവവൃക്ഷത്തിൽ എല്ലാവരും പിടിക്കാനിടയാവട്ടെ. കർത്താവിൻ്റെ വചനത്തെ പിടിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ ആരിപ്പോട്ടെ. ഹല്ലേലൂയ. ദൈവമേ, ആരാധന, 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 ആരാധന.